കർത്താവ് മറിയ എന്ന തൻ്റെ അമ്മയെ അനാഥയായിട്ട് വിട്ടിട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു കരത്തിലേക്ക് കർത്താവ് ആ അമ്മയെ കൊടുക്കുകയാണ്. അമ്മയോട് സ്ത്രീയെ ഇതാ നിൻ്റെ മകനെന്നും മകനോട് ഇതാ നിൻ്റെ അമ്മ എന്നും അവിടെ കർത്താവ് ആ ബന്ധത്തെ ഉറപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞ ആ നിമിഷത്തിൽ ആ യോഹന്നാൻ എന്ന യേശുവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന ശിഷ്യൻ മറിയയെ വീട്ടിൽ കൈക്കൊള്ളുകയാണ്. കർത്താവ് ഒരു ബന്ധം ഉറപ്പിച്ചു തരികയാണെങ്കിൽ അത് സ്ഥിരമായിരിക്കും. കർത്താവ് ബന്ധങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു. ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപാട് വിവാഹമോചനങ്ങൾ, ഒരുപാട് മാതാപിതാക്കളെ തള്ളിക്കളയുന്ന മക്കളെ ഉപേക്ഷിച്ച് എവിടെയൊക്കെയോ ഓടിപ്പോകുന്ന അമ്മയപ്പന്മാർ, സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന സഹോദരങ്ങൾ, സ്നേഹമില്ലാതെ, ദൈവം ആഗ്രഹിക്കുന്ന കുടുംബ ബന്ധങ്ങളില്ലാതെ, സഹോദര സ്നേഹമില്ലാതെ, മാതൃസ്നേഹമില്ലാതെ, മക്കളോട് സ്നേഹമില്ലാതെ, സ്നേഹം തണുത്ത് ഉറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എവിടെ ഈ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കപ്പെടും, എങ്ങനെ ഒരു റെസ്റ്റോറേഷനിലേക്ക് വരുമെന്ന് തേടി കോടതി വരാന്തകളൊക്കെ ആശ്രയിച്ച് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യേശു കർത്താവിലേക്ക് നിനക്ക് നോക്കാമോ? കർത്താവിനെ ആശ്രയിക്കാമോ? കർത്താവിലേക്ക് തിരിഞ്ഞു വരാമോ? കർത്താവ് നിന്നെ അനാഥനായി വിടുകയില്ല. കർത്താവ് തൻ്റെ ശുശ്രൂഷ തികച്ച് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പോയിട്ട് പിതാവിൻ്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ വാങ്ങി നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്ക് ഉണ്ട്, കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും നാം കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ നാം വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും ഈ ഭൂമിയിൽ നിലകൊള്ളും. കർത്താവ് ഈ തിരുവെഴുത്തുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകും.